ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ തെറ്റിക്കുന്നതിനു വേണ്ടിയും അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെ സലഫികളായ ആളുകൾ, പുത്തനാശയക്കാരായ ആളുകൾ, വഹാബികൾ ചില ചോദ്യം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ നബിദിനാഘോഷം മൗലിദ് സദസ്സുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന്. അങ്ങനെ വാസ്തവത്തിൽ ആ ഒരു ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണോ എന്ന് ചിന്തിച്ചാൽ അതൊരു പ്രസക്തമായ ചോദ്യവുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യണം എന്നില്ല ചില കാര്യങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഇസ്ലാമിൽ യാതൊരു തടസ്സവും ഇല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും ദീനിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരായ ആലിമീങ്ങളുടെ പിൻബലം, ആലിമീങ്ങളുടെ വാക്കോ ആലിമീങ്ങളുടെ പിൻബലമോ ഉള്ളതായിരിക്കാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നബിദിനാഘോഷം, ഈ നബിദിനാഘോഷം തെറ്റാണ് എന്നും മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കൽ അത് ബിദ്അത്താണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഈ മൗലിദ് സദസ്സുകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്, അവിടുത്തെ പ്രകീർത്തനങ്ങളാണ്. അവിടുത്തെ ജനനവും അവിടുത്തെ ജീവിതവും അവിടുത്തെ വഫാത്തും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൗലിദ് സദസ്സുകളിലുള്ളത്. ഈ മൗലിദ് സദസ്സുകളിലെ വേദികളിലൊക്കെ പോയി നോക്കിയാൽ, ആ മജ്ലിസിലൊക്കെ പങ്കെടുത്താൽ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ നോക്കി ഓതൽ സുന്നത്താണ് എന്ന് എല്ലാവരും പറയുന്നത്, നമ്മളെല്ലാവരും നോക്കി ഓതാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും വിശുദ്ധ ഖുർആൻ നോക്കി ഓതിയിട്ടുണ്ടോ? നബി ചെയ്തിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ നോക്കി ഓതിയിട്ടില്ല. ഒരു ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് കാണുന്ന മുസ്ഹഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി ഓതിയിട്ടില്ല. അപ്പോൾ നമ്മൾ നബി ചെയ്യാത്ത കാര്യമല്ലേ നമ്മളും ചെയ്യുന്നത്? ആ ഒരു കാര്യം അങ്ങനെയല്ലേ. ഇനി അടുത്ത കാര്യം നോക്കി നിങ്ങൾ, നബി ചെയ്യാത്ത കാര്യങ്ങൾ വേറെയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം വേറെയുമുണ്ട്. വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം, തറാവീഹ് നിസ്കാരം. ഈ തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, അതൊക്കെയാണ്. പക്ഷേ നമ്മൾ പറയുന്നത് അതിനെ പറ്റിയല്ല. നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായിട്ടോ അല്ലെങ്കിൽ മാമൂമായിട്ടോ തറാവീഹ് നിസ്കാരം, ഈ നിസ്കാരം ഒരു ജമാഅത്തായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നബി ചെയ്യാത്ത കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്ത് വരെ ഉള്ള ജുമുഅ നിസ്കാരങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅയിൽ ഖുതുബ ഓതിയിരുന്നത് അറബി ഭാഷയിൽ മാത്രമായിരുന്നു. ആ സ്വഹാബാക്കളെ കൂട്ടത്തിൽ അറബികളുണ്ട്, അറബി അല്ലാത്ത അനർബികളായ ആളുകളൊക്കെ ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിലാണ് ഖുതുബ ഓതിയിരുന്നത്, അറബി ഭാഷയിൽ തന്നെയാണ് ഖുതുബ ഓതിയിരുന്നത്. എന്നാൽ സുന്നികളായ ആളുകളും ഇന്നും അത് അനുവർത്തിച്ചു പോരുന്നു. അഹ്ലു സുന്നത്തിൻ്റെ വിശ്വാസം അങ്ങനെയാണ്, ആ ജുമുഅ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയാൽ ആ ഖുതുബ സ്വഹീഹല്ല എന്നാണ്. എന്നാൽ നബി ചെയ്തത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആക്രോശിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇനി നബിദിനത്തിന് മാത്രം ഇങ്ങനെ
പറയുന്ന ആളുകൾ അവർ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ അറബിയിൽ ഓതിയിട്ടും എന്തുകൊണ്ടാണ് അവർ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്നത്? അപ്പോൾ ഇന്നും അവർ ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം സലഫികളും വഹാബികളും ഇന്നും ചെയ്യുന്നത്. നബി ചെയ്യാത്ത കാര്യമാണ് ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നബി ഓതിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിൽ മാത്രമേ ഓതിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനറബി ഭാഷയിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. പക്ഷേ ഇന്ന് സലഫികളായ ചെയ്യുന്നത് എന്താണ്? അറബി അല്ലാത്ത ഭാഷയിലാണ്. അവിടെ അവർക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? ഇനി നോക്കി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, വേറെയും കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊക്കെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നതാണ്, മൈക്കിലൂടെയാണ് ബാങ്ക് വിളിക്കുന്നത്. ആളുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയാണ്. ആളുകളിലേക്ക് ബാങ്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈക്കിലൂടെ ബാങ്ക് വിളിച്ചിട്ടുണ്ടോ? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മൈക്ക് ഇല്ലാത്തത് കൊണ്ടാണ്, ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈക്കിലൂടെ ബാങ്ക് വിളിച്ചിട്ടില്ല, ഒരു സ്വഹാബിയോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ മൈക്കിലൂടെ ബാങ്ക് വിളിക്കുക എന്നുള്ളത്? അപ്പോൾ നബി ചെയ്യാത്ത കാര്യം നമ്മളും ചെയ്യുന്നു. ഇനി വേറെ ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഇന്ന് കാണുന്ന എല്ലാ പള്ളികളും, സുന്നി പള്ളിയാവട്ടെ സലഫി പള്ളികളാവട്ടെ, ഈ പള്ളിയിലൊക്കെ മുകളിലത്തെ നിലയെ ഉണ്ടാവും, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും. അതിന് പുറമെ സ്ഥലപരിമിതി കൊണ്ട് ഫസ്റ്റ് ഫ്ലോറും ഒന്നാം നില രണ്ടാം നില അങ്ങനെ ചില പള്ളികൾ ഉയർത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പള്ളി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മുകളിലത്തെ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചതായിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? നബി ചെയ്യാത്ത കാര്യമല്ലേ ഇന്ന് സലഫികളായ ആളുകളും വഹാബികളായ ആളുകളും ഈ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ നിസ്കരിക്കുക എന്നുള്ളത് സലഫികൾ ചെയ്യുന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി വേറെ ഉദാഹരണം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യമാണ് അറബി ഗ്രാമർ, നഹ്വും സർഫും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സലഫികളായ ആളുകൾ ഈ നഹ്വും സർഫും പഠിക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. വേറെയും ചില കാര്യങ്ങളുണ്ട്. ഈ നോക്കൂ നിങ്ങൾ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മളിന്ന് കേരളത്തിൽ കടന്ന മദ്രസ സംവിധാനം, പള്ളി ദർസുകളല്ല, അത് അന്ന് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഇന്ന് കാണുന്ന മദ്രസ സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മദ്രസ സംവിധാനം ഉണ്ടായിരുന്നോ? അപ്പോൾ നബി ചെയ്യാത്ത കാര്യമല്ലേ ഇന്നും നമ്മൾ ചെയ്യുന്നത്? ഇനി ഈ ഖുർആൻ തന്നെ പ്രിൻ്റ് എടുക്കുന്നു. ഖുർആൻ മുസ്ഹഫ് പ്രിൻ്റ് എടുക്കുന്നതും പ്രിൻ്റ് ചെയ്യാൻ പ്രസ് ഉണ്ടാക്കുന്നതും ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലഘട്ടത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ? ഇനി വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഇന്നും അനുവർത്തിച്ച് പോരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ജുമുഅക്കോ ജമാഅത്തിന് പോകുമ്പോൾ ഇസ്തിരിട്ടിട്ട് വസ്ത്രം അലക്കും, അത് ശരിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇസ്തിരിട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിന്തിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ ഇസ്തിരിട്ടിട്ടല്ലേ ജുമുഅക്ക് പോകാറുള്ളൂ. അപ്പോൾ അതും തെറ്റല്ലേ? അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അവിടെയൊന്നും ഈ മൗലിദാഘോഷവും നബിദിനാഘോഷവും തെറ്റാണ്, അത് ബിദ്അത്താണ്, നബി സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം അവർ ചിന്തിക്കാറേയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നബിദിനാഘോഷത്തിൽ മാത്രമേ ഇവർക്ക് ഈ നബിദിനാഘോഷത്തിൽ വരുമ്പോൾ മാത്രമേ നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് പറയുകയുള്ളൂ. വാസ്തവത്തിൽ ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം നടത്തുന്നതിനും നബിദിനാഘോഷം നടത്തുന്നതിനും തെളിവില്ല എന്നല്ല. യഥേഷ്ടം തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകൾ അതിനൊക്കെയുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകളുടെ ഈ വാദം നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ല, നബി ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ അവിടുന്ന് നബി ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ട് ആ ന്യായം നമ്മൾ അങ്ങോട്ട് വെക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അവിടെ മാത്രം ചിന്തിക്കുന്നില്ല? നബിദിനുമായി ബന്ധപ്പെട്ട് മാത്രം എന്താണ് ഇങ്ങനെ? അതിനർത്ഥം ഈമാൻ കുറവാണ്. ഇബ്ലീസിൻ്റെ ആളുകൾക്കുള്ള സ്വഭാവമാണ് ആ ചിന്ത എന്നുള്ളത് വേഗം ബോധ്യപ്പെടാൻ ഇത്ര ഉദാഹരണം മതി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ
പലരും ചെയ്യുന്നുണ്ട്, പല സലഫികളും വഹാബികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവർക്ക് ഈ ഒരു ചിന്തയുണ്ടാവാറില്ല. നബി ചെയ്യാത്തതല്ലേ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കാറില്ല. നബിദിനാവുമ്പോൾ മാത്രം, റബീഉൽ അവ്വലാകുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മൗലിദ് സദസ്സാകുമ്പോൾ മാത്രമേ ഈ സലഫികൾക്ക് ഈ ചോദ്യം ഉണ്ടാവുകയുള്ളൂ. വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതെത്ര അബദ്ധ ജഡിലമായ വാദമാണ്. ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം സലഫികളുടെ കുബുദ്ധിയിലുണ്ടായിത്തീരുന്ന ചില ചോദ്യങ്ങൾ മാത്രമാണ്. അർത്ഥശൂന്യമായ ചോദ്യമാണ്. അതൊരു പ്രസക്തമായ ചോദ്യവുമല്ല, പ്രസക്തമായ കാര്യവുമല്ല. ഇസ്ലാമിക കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്കത് ഇസ്ലാമികപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും സലഫികളുടെ ഇത്തരം ചിന്തകൾ അർത്ഥശൂന്യമാണ്, അത് ആസ്ഥാനത്താണ് എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടും. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.